കേരളത്തിലെ 2 നിയമസഭാ മണ്ഡലങ്ങളിലും പാലക്കാടും ചേലക്കരയും ഒരു ലോക്സഭാ മണ്ഡലത്തിലും വയനാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നതിൻ്റെ റിസൾട്ട് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലും ചേലക്കര UR പ്രദീപ് കുമാറും വയനാട് പ്രിയങ്ക ഗാന്ധിയുമാണ് ജയിച്ചത്. ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ സമഗ്രമായി വിലയിരുത്തുകയാണ് ട്രൂ കോപ്പി തിങ്. ചർച്ചയിൽ നിന്ന് നമ്മോടൊപ്പം അഭിഭാഷകനും എഴുത്തുകാരനുമായ പ്രമോദ് പുഴങ്കര, അധ്യാപകനും എഴുത്തുകാരനുമായ ദാമോദർ പ്രസാദ്, മാധ്യമപ്രവർത്തകനായ MP പ്രശാന്ത്, ട്രൂ കോപ്പിയുടെ എക്സിക്യൂട്ടീവ് എഡിറ്ററായ K കണ്ണൻ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം പാലക്കാട് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ ഒന്ന് വിശകലനം ചെയ്ത് നോക്കുകയാണെങ്കിൽ, കേരള ചരിത്രത്തിൽ തന്നെ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു പാലക്കാട്ട് എന്ന് പറയാം. ഒരു തരത്തിൽ പറഞ്ഞാൽ നിലവാരമില്ലാത്ത പ്രചാരണ തന്ത്രങ്ങൾ കൊണ്ട് കുപ്രസിദ്ധമായൊരു തെരഞ്ഞെടുപ്പ് എന്ന് വേണമെങ്കിലും പറയാം. അതിൻ്റെ സ്ഥാനാർത്ഥി നിർണയം തൊട്ട് തന്നെ അതിലുണ്ടായിട്ടുള്ള വിവാദങ്ങൾ, അതിനുശേഷം ഒരു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൻ്റെ നിലവാരത്തിലേക്ക് താഴ്ന്നുപോയ ട്രോളി വിവാദം പോലുള്ള വിവാദങ്ങൾ, അങ്ങനെ ഏത് തരത്തിൽ നോക്കിയാലും കേരളത്തിൽ അധികം പരിചയമില്ലാത്ത തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രങ്ങൾ അവസാനം വരെ ആ ഒരു ടെമ്പോയിൽ കൊണ്ടുപോകാനായിട്ട് എല്ലാ മുന്നണികളും ശ്രമിച്ചു എന്നുള്ളതാണ് വാസ്തവം. അവിടെ കഴിഞ്ഞ തവണത്തെ റിസൾട്ടിനെക്കാട്ടിലും നിന്ന് വ്യത്യസ്തമായി E. ശ്രീധരൻ വലിയ ഭൂരിപക്ഷം നേടി ജയത്തിനോടടുത്ത ഒരു റിസൾട്ട് ഉണ്ടാക്കിയ സ്ഥലത്ത് നിന്ന് BJP വലിയതായി പുറകിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ UDF നേട്ടം ഉണ്ടാക്കുകയും LDF അതേ സ്ഥാനത്ത് തുടരുകയൊക്കെ ചെയ്തിട്ടുള്ളൊരു റിസൾട്ടാണ്. ഏത് തരത്തിലാണ് ഈ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ഫലം നിർണായകമാവുന്നതെന്നാണ് തോന്നുന്നത്? പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഫലവും അതുപോലെ തന്നെ ചേലക്കരയുടെയും ഉപതെരഞ്ഞെടുപ്പ് തന്നെ അടിച്ചേൽപ്പിക്കപ്പെട്ട ഉപതെരഞ്ഞെടുപ്പാണല്ലോ. നമുക്ക് ഈ 3 സ്ഥലത്താണെങ്കിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ്. മല്ല സൂചിപ്പിച്ച പോലെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ അനുഭവത്തിൽ ഇത്രമാത്രം അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട, രാഷ്ട്രീയം പറയാത്ത, വെറും ഇത് എല്ലാവരും പലരും പറയും ട്വിസ്റ്റുകളും ഈ എന്താ പറയുക ആൾമാറാട്ടവും ട്രോളി വിവാദങ്ങളും കാലുമാറ്റങ്ങളൊക്കെ ചേർന്നൊരു തെരഞ്ഞെടുപ്പ്, ഒരു ഏറെക്കുറെ വിനോദപ്രദമായിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻറ്റിന് വലിയ മൂല്യങ്ങളുള്ള തരം തെരഞ്ഞെടുപ്പായിരുന്നു. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട നിരീക്ഷണങ്ങളും, അതിപ്പോൾ CPM സമുന്നത നേതാക്കളുടെ ആണെങ്കിലും അവരുടെ പുതിയ തലമുറ നേതാക്കളുടെ ആണെങ്കിലും അത് കോൺഗ്രസിനെ ആണെങ്കിൽ അവർ തമ്മിലുള്ള ഈ വാക്ക് തർക്കങ്ങളും അതുപോലെ നിസ്സാരമായിട്ട് കൈ കൊടുക്കാതിരിക്കുന്ന പോലുള്ള അല്പത്വം നിറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് പൊതുവിൽ ചർച്ചയായി വന്നതെന്ന് എനിക്ക് തോന്നുന്നു. രാഷ്ട്രീയം സംസാരിക്കേണ്ട തെരഞ്ഞെടുപ്പും കൂടിയായിരുന്നു തീർച്ചയായിട്ടും. പലതും കൊണ്ടും കാര്യം വളരെ ദേശീയ പ്രസക്തമായ വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒട്ടനവധി അങ്ങനെ വിഷയങ്ങൾ കേരളവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഭരണവിരുദ്ധമായ വിഷയങ്ങളും ചർച്ച അതൊക്കെ പരാമർശിക്കപ്പെട്ടു പോയാണ്. പക്ഷേ പ്രധാനമായിട്ട് ഊന്നൽ നൽകിയത് കാര്യം ആ നിലയ്ക്ക് മാധ്യമങ്ങൾ ഊന്നൽ നൽകിയതും ഈ കാര്യങ്ങൾക്കാണ്. ആ നിലയിൽ ഒരു അരാഷ്ട്രീയ സ്വഭാവം നിലനിന്നൊരു തെരഞ്ഞെടുപ്പിൻ്റെ പരിണിതിയിൽ വലിയ മാറ്റങ്ങളിൽ ഒരു തൽസ്ഥിതി തുടരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. തൽസ്ഥിതി തുടരുന്നു ഒരവസ്ഥ, അതായത് മുമ്പ് അവിടെ ഷാഫി പറമ്പലിന് പകരം അദ്ദേഹത്തിൻ്റെ നോമിനി ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം, കോൺഗ്രസിൻ്റെ രാഹുൽ മാങ്കൂട്ടം അത്യാവശ്യം നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കുന്നു. അതിൽ പറയാവുന്ന കാര്യത്തിന് ഈ BJP ഏറ്റ തിരിച്ചടി, അത് പ്രധാനപ്പെട്ട കാര്യം. BJPക്കാർ തിരിച്ചപ്പോൾ അവർ തന്നെ പറയുന്ന കാര്യം E. ശ്രീധരനുണ്ടായിരുന്ന ഒരു നിലയും വിലയും ആണ് ശ്രീധരന് കിട്ടിയ വോട്ടിന് കാര്യം അതൊരു മെട്രോമാൻ എന്നൊക്കെ നിലയിൽ. രണ്ടാമത്തെ കാര്യത്തിന് സരീൻ ആ വോട്ട് പ്രതീക്ഷിച്ചിരുന്നു. സരീൻ സ്വയം തന്നെ അവതരിപ്പിക്കാൻ ശ്രമിച്ച ഉടനെ തന്നെ കാലുമാറ്റ ശേഷം സരീൻ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് പ്രൊഫഷണലായ തനിക്ക് ശ്രീധരന് സമതുല്യനായിട്ടാണ് സ്വയം തന്നെ സരീൻ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. സരീൻ ആ വോട്ട് കൂടി കിട്ടിയിരുന്നു. പക്ഷേ അത് കിട്ടിയില്ല. നമുക്കറിയാം ആ വോട്ടും യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് പോയി. പക്ഷേ അതിൽ BJPക്ക് വോട്ട് കുറഞ്ഞത് ഒരുപക്ഷെ കുറച്ച് ഏതാനും ചില വോട്ടുകൾ സരീന് പോയിട്ടുണ്ടോ എനിക്കറിയില്ല. പക്ഷേ എന്നാൽ സാധ്യത കുറവാണ്. ചേലക്കരയ്ക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് മാധ്യമ ശ്രദ്ധ ഏറെക്കുറെ ട്വിസ്റ്റും തമാശകളുമായിട്ട് ഈ പാലക്കാടായിരുന്നെങ്കിലും CPMൻ്റെ ശ്രദ്ധ ചേലക്കരയായിരുന്നു എന്നാണ് എൻ്റെ തോന്നൽ. കാരണം തൃശ്ശൂർ ജില്ലാ നേതൃത്വം മുഴുവൻ തന്നെ ചേലക്കര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു. CPM പ്രധാനമായിരുന്നു പാലക്കാടിനേക്കാളും ചേലക്കര. കാരണം ചേലക്കരയുടെ തോൽവിയായിരിക്കും കേരളത്തിൽ CPM സംഘടന അതിൻ്റെ അടിപതറുള്ള എല്ലാവിധ കാരണങ്ങൾക്കും ഹേതുവാകാൻ പോയിരുന്നത്. തിരിച്ചറിയാവർക്കുള്ള രാഷ്ട്രീയ വിവേകം അവർക്കുണ്ടായിരുന്നു. പാലക്കാട് അവർക്ക് പറയാം ഈ കാര്യങ്ങൾ. പാലക്കാട് ഒരു ബോണസ് വരെ സരിനെ നിർത്തി ജയിച്ചാൽ അവർക്ക് അതിൻ്റെ ഒരു ബോണസ് സീറ്റായി ഒരു കാര്യം കോൺഗ്രസിനെ പിടിച്ചെടുത്ത സീറ്റ്. പക്ഷേ ചേലക്കര നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും പിണറായി സർക്കാർ വിരുദ്ധ വോട്ടായിട്ട് തന്നെ അത് അവതരിപ്പിക്കപ്പെടും. അപ്പോൾ വലിയ പ്രശ്നം ചേലക്കര സൃഷ്ടിക്കുമായിരുന്നു. അതുകൊണ്ട് ചേലക്കര കേന്ദ്രീകരിച്ചാണ് അവർ കൂടുതൽ പ്രവർത്തിച്ചത്. അവരുടെ കാൻഡിഡേറ്റ് സെലക്ഷനും ചേലക്കരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. രാധാകൃഷ്ണൻ തുടർച്ച നിലയ്ക്ക് മാത്രമല്ല, മുമ്പ് ഒരു തവണ MLAക്ക് വളരെ ഒരു വ്യക്തി നിലയിൽ തന്നെ ഏറെ അംഗീകാരവും ഉള്ള ഒരാളാണ് മത്സരിച്ചത്, UR പ്രദീപ്. അന്നവരുടെ കാൻഡിഡേറ്റ് സെലക്ഷൻ നല്ലതായിരുന്നു. കോൺഗ്രസ്സുകാരുടെ കാൻഡിഡേറ്റ് സെലക്ഷൻ താരതമ്യം ദുർബലമായിരുന്നു. വിമർശനം തുടക്കം തന്നെ ഉണ്ടായിരുന്നു. MANS ആലത്തൂർ MP നിലയ്ക്ക് വലിയ കാര്യമായി പ്രവർത്തിച്ചില്ല എന്നുള്ളൊരു വിമർശനം ആദ്യമേ ഉണ്ടായിട്ടുള്ള, അത് അവരുടെ തോൽവിക്ക് കാരണമായിരുന്നു പറയപ്പെടുന്ന.
അപ്പോൾ ആ നിലയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഈ തൽസ്ഥിതി തുടരുന്നു എന്നുള്ളത് CPI സംബന്ധിക്കുന്ന ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഈ രാഷ്ട്രീയം കൊണ്ട് CPI രക്ഷപ്പെട്ടു. അങ്ങനെ പറയാൻ പറ്റുമോ? അതായത് CPM ചേലക്കരയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്, പാലക്കാട് കോൺസെൻട്രേറ്റ് ചെയ്തില്ല എന്ന് പറയുന്ന വാദം എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം തുടക്കം മുതൽ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചിരുന്നത് CPM തന്നെയാണ്. ട്രോളി വിവാദം പോലെ ഇപ്പോൾ സരിൻ്റെ സ്ഥാനാർത്ഥിത്വം പോലും ഒരു വിവാദമാക്കി ഭരണവിരുദ്ധ വികാരത്തിന് മറയിട്ടുകൊണ്ട് ചർച്ചകളെ വേറെ രീതിയിൽ വഴിതിരിച്ച് വിടാനുള്ളൊരു ശ്രമം നടത്തിയത് CPM തന്നെയാണ്. അവിടെ അജണ്ട നിശ്ചയിച്ച മാധ്യമങ്ങളും CPM കൂടിയാണെന്ന് പോലും സംശയം തോന്നുന്ന രീതിയിലുള്ള ശ്രമങ്ങളൊക്കെ CPM നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണോ തോന്നുന്നത്? അതായത് കോൺസെൻട്രേഷൻ ചേലക്കരയിലേക്ക് രാഷ്ട്രീയമായി കേന്ദ്രീകരിക്കുകയും സരിനെ ഒരു ബോണസായിട്ട് കാണുകയും ചെയ്യുന്ന രീതിയായിരുന്നോ CPM അവലംബിച്ചിരുന്നത്? അല്ല, ചേലക്കര ഈ പറഞ്ഞ പോലെ ചേലക്കര CPM സംബന്ധിച്ച് വളരെ നിർണായകമായൊരു തെരഞ്ഞെടുപ്പാണ്. കാരണം പാലക്കാട് തോൽക്കുന്നു എന്നുള്ളത് CPM സംബന്ധിച്ച് പുതിയ വാർത്തയല്ല. പാലക്കാട് 2ാം സ്ഥാനത്തെത്തുക എന്നുള്ളതാണ് CPM സംബന്ധിച്ച് മെച്ചപ്പെട്ട പെർഫോമൻസ് ആയിട്ട് CPM തന്നെ കണക്കാക്കിയത്. ചേലക്കര CPM ശ്രദ്ധ കേന്ദ്രീകരിച്ചു. മറ്റെല്ലാ ഉപതെരഞ്ഞെടുപ്പും പോലെ CPM സംഘടനാ മിഷണറി വളരെ കൃത്യമായിട്ട് അവിടെ CC മെമ്പർമാർക്ക് ചാർജ് ഉണ്ടായിരുന്നു. രാധാകൃഷ്ണൻ ഒഴികെ മാത്രമല്ല, രാധാകൃഷ്ണൻ അവിടെ സിറ്റിംഗ് MLA ആയിരുന്നു എന്നുള്ള നിലയ്ക്ക് രാധാകൃഷ്ണൻ്റെ ഒരു കേന്ദ്രം തുടക്കം മുതലേ രാധാകൃഷ്ണൻ്റെ ഒരു പ്രവർത്തനമുണ്ട് കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് രാധാകൃഷ്ണൻ മുഴുവൻ സമയം ഉണ്ടായിരുന്നു. അതല്ലാത്ത പാർട്ടി മിഷണറിയും വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ചേലക്കരയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലമായിരുന്നു ചേലക്കര. അതിൻ്റെ പുനഃസംഘടിപ്പിക്കുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിട്ട് അതിൻ്റെ അതിർത്തികളൊക്കെ ഒന്ന് മാറ്റുന്ന കാലം വരെയൊക്കെ കോൺഗ്രസിൻ്റെ താമി, അതിന് മുമ്പ് ബാലകൃഷ്ണൻ ഒക്കെ ജയിച്ചു വന്ന മണ്ഡലമായിരുന്നു. ചക്രവാണിയാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു ട്രിപ്പ് ജയിച്ചത്. പക്ഷേ രാധാകൃഷ്ണൻ വന്ന് ആ ജില്ലാ കൗൺസിൽ വിജയത്തിന് ശേഷം രാധാകൃഷ്ണൻ MLA ആയിട്ട് അതിനുശേഷം വന്നതിന് ശേഷമാണ് കൃത്യമായിട്ട് ചേലക്കര ഇവിടേക്ക് ഇടതുപക്ഷത്തേക്ക് വരുന്നത്. ചേലക്കര മാത്രമല്ല ഇടതുപക്ഷത്തേക്ക് വന്നത്, തൃശ്ശൂർ ജില്ല മൊത്തത്തിൽ കോൺഗ്രസ് സംഘടന അസാധ്യമായ തരത്തിൽ ദുർബലമായി പോയി. അത് കരുണാകരൻ്റെ ഒരു കോൺഗ്രസ്സിലെ ഗ്രൂപ്പ് വഴക്കുകളും കോൺഗ്രസ് വിട്ടുപോക്കും ഒക്കെ ആയിട്ട് കരുണാകരൻ്റെ കൂടി ഒരു കേന്ദ്രമായിരുന്നു തൃശ്ശൂർ ഒരു തരത്തിൽ. കരുണാകരൻ്റെ ലെഫ്റ്റനൻസ് എന്ന് പറയാവുന്ന CN ബാലകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അവരും മാറിപ്പോവുകയും അങ്ങനെ പലതരത്തിലുള്ള കുഴമറിച്ചിലുകൾക്ക് ഈ കോൺഗ്രസ്സിലുണ്ടായതുകൊണ്ട് കോൺഗ്രസ് സംഘടന തന്നെ തൃശ്ശൂർ ആകെ ദുർബലമാവുകയും ചേലക്കരയൊക്കെ അതിൻ്റെ ഒരു റാമിഫിക്കേഷൻ ഒരു എഫക്റ്റ് ഉണ്ടാവുകയും അതേസമയം CPM വളരെ ശക്തമായ സംഘടനാ പ്രവർത്തനവും ഒക്കെ നടത്തിയിട്ട് ചേലക്കര ഇപ്പോൾ CPMൻ്റെ വളരെ ശക്തമായൊരു കേന്ദ്രമാണ് എന്ന് തന്നെ പറയാം. തൊട്ടടുത്ത് കിടക്കുന്ന 2 മണ്ഡലമാണ് വടക്കാഞ്ചേരിയും കുന്നംകുളവും. അതിൻ്റെ മൂലയ്ക്കാണ് ഈ 3 മണ്ഡലങ്ങളുടെയും ഒരു കേന്ദ്രമാണ്. ഈ 2 മണ്ഡലങ്ങളിൽ പോലും ഇപ്പോൾ വടക്കാഞ്ചേരിയും കുന്നംകുളത്ത് പോലും, വടക്കാഞ്ചേരിയൊക്കെ കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലമായിരുന്നു. എത്രയോ കാലം KS നാരായണൻ നമ്പൂതിരി പിന്നെ ബൽറാമൻ ജയിച്ചു എന്നൊരു മണ്ഡലം, മുരളീധരനെ നിർത്തിയിട്ടാണ് കോൺഗ്രസ് അത് CPMനെ ഏൽപ്പിച്ചു കൊടുത്തത്. അപ്പോൾ അതിന് ശേഷം ഇങ്ങോട്ട് കിട്ടാത്തതിൻ്റെ കാരണങ്ങളിലൊന്ന് വളരെ കൃത്യമായിട്ട് കോൺഗ്രസ് ദുർബലമായതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചേലക്കരയിൽ CPM തോറ്റിരുന്നുവെങ്കിൽ അത് പിന്നെ CPMനെ സംബന്ധിച്ച് തിരിച്ചുപോക്കില്ലാത്ത വിധത്തിലുള്ളൊരു പതനത്തിൻ്റെ മണിമുഴക്കം എന്ന് എല്ലാവരും വ്യാഖ്യാനിക്കുമായിരുന്ന ഒന്നായിരുന്നു. അതിനെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞു എന്നുള്ളത് CPMന് വളരെ ആശ്വസിക്കാവുന്ന ഒന്നാണ്. അപ്പോൾ പോലും നമ്മൾ കാണേണ്ടത് അതിൽ പൂർണ്ണമായിട്ടും അങ്ങനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പാണല്ലോ ഇതിൻ്റെയൊക്കെ ഇനി അടുത്ത ഏറ്റവും വലിയൊരു യുദ്ധക്കളമായിട്ട് വരാൻ പോകുന്നത്. ജയിച്ചു വന്ന പ്രദീപ് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി നേരിക്കണ്ട് നന്ദി അറിയിക്കുമെന്നൊക്കെയാണ്. ഇതൊക്കെ നമ്മൾ സാധാരണ കാണാറുള്ളത് മറ്റു പാർട്ടികളിലൊക്കെയാണ്. ഈ ഭാഷയൊക്കെ CPMൽ പുതിയതാണ്. CPM തന്നെ ഇപ്പോൾ ഒരു പുതിയ പാർട്ടിയാണ്. അപ്പോൾ പ്രദീപ് ഒരു നല്ല കാൻഡിഡേറ്റ് ആയിരുന്നു. അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്കറിയാം അയാൾ ഒരു MLA എന്നുള്ള നിലയ്ക്ക് വളരെ മെച്ചപ്പെട്ട തരത്തിൽ ആളുകളുമായിട്ട് ഇടപഴകിയ ഒരു കാൻഡിഡേറ്റൊക്കെ ആയിരുന്നുകൊണ്ട് രമ്യ ഒരു മോശം കാൻഡിഡേറ്റുമാണ്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് തന്നെ ആ സ്ഥാനാർത്ഥി സെലക്ഷൻ തന്നെ, ഞാൻ അതിൻ്റെ പ്രായോഗികമായ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. സ്ഥാനാർത്ഥി സെലക്ഷൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്കിടയിൽ വോട്ട് ചോദിച്ച് വളരെ പരിചിതമായൊരു മുഖം തോൽക്കുകയും ചെയ്തൊരു മുഖത്തെ വീണ്ടും കൊണ്ടുവന്ന് നിർത്തുമ്പോൾ അത് ആളുകളിൽ ഉണ്ടാക്കുന്ന ഒരു ചെടിപ്പ് കൂടിയുണ്ട്. ഒരു പുതിയ ആളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പോലും അവർക്ക് വലിയൊരു തിരിച്ചടിയാണ്. രാധാകൃഷ്ണൻ്റെ ഒരു വ്യക്തിപരമായ ബന്ധങ്ങൾ കൊണ്ടും ഒരു ദീർഘകാലമായി അവിടെ നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും രാധാകൃഷ്ണൻ കിട്ടിയ 39,000 ചില്ലാനം വോട്ട് പ്രദീപിന് കിട്ടിയില്ല എങ്കിൽ പോലും അതിൻ്റെ അടുത്തെത്താൻ പറ്റിയില്ല എന്നുള്ളത് CPMനെ സംബന്ധിച്ച് അത്ര ആശ്വാസകരമായ ഒരു കാര്യമല്ല. CPMന് വോട്ട് ചെയ്തിരുന്ന ഒരുപാട് ആളുകൾ കോൺഗ്രസിന് വോട്ട് ചെയ്തു എന്ന് തന്നെയാണ്. അതിൽ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് 9,000 ചില്ലാനം വോട്ട്, ഏതാണ്ട് 10,000 വോട്ട് BJPയോടെ കൂട്ടി. അതും ഒരു സംവരണ മണ്ഡലമാണ് ചേലക്കര. അപ്പോൾ ഇത് മറ്റൊരു ട്രെൻഡ് കൂടി കേരളത്തിൽ കാണിക്കുന്നുണ്ട്. കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന പോലെ ദളിതർക്കിടയിൽ ഇന്ത്യയിൽ ഒട്ടാകെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന പോലെ BJP പിടിച്ചെടുത്തൊരു മേഖലയാണ്. ദളിതരും ആദിവാസികളും അടങ്ങുന്ന മേഖലകളിൽ BJP വളരെ ശക്തമായ പ്രവർത്തനം എത്രയോ കാലമായിട്ട് വനവാസി കല്യാൺ സമിതി പോലുള്ള സംഘടനകൾ വെച്ചിട്ടും ദളിതർക്കിടയിലും ഒക്കെ വളരെ കൃത്യമായിട്ടുണ്ടാക്കുന്ന ഒരു സോഷ്യൽ എഞ്ചിനീയറിങ്, വളരെ ഒരു മൈക്രോ മാനേജ്മെൻറ്റ്, പൊളിറ്റിക്സിൻ്റെ ഒരു മൈക്രോ മാനേജ്മെൻറ്റ് BJP കാസ്റ്റ് പൊളിറ്റിക്സിൽ കണ്ടെത്തി. അത് കേരളത്തിൽ മറ്റൊരു തരത്തിൽ നടക്കുന്നുണ്ട്. അത് വെറും ജാതി രാഷ്ട്രീയ മാനേജ്മെൻറ്റ് മാത്രമല്ല കേരളത്തിൽ.
ഇടതുപക്ഷം അടക്കമുള്ള മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ ഈ ദളിതരോടും ആദിവാസികളോടും, ആദിവാസികൾ വളരെ മൈന്യൂട്ട് വിഭാഗമാണ് കേരളത്തിൽ, ദളിതരോട് പുലർത്തുന്ന ഒരു ടേക്കൺ ഫോർ ഗ്രണ്ടഡ് ആണ്, വേറെ ആർക്കാണ് അവർ വോട്ട് ചെയ്യുക എന്നുള്ളത്, അവർ ബി ജെ പിക്ക് വോട്ട് ചെയ്യും എന്നുള്ളത് കൂടുതൽ തെളിഞ്ഞു വരികയാണ്. എന്തിനു വോട്ട് ചെയ്യുന്നു എന്നുള്ളത് എൻ്റെ സിദ്ധാന്തം പുറകെയാണ് വരുന്നത്. ആദ്യം വോട്ട് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നിലവിലുള്ള ഒരു വ്യവസ്ഥയിലെ റെപ്രസെൻറ്റേഷണൽ ഇഷ്യൂസ് കൂടിയാണ്. ദീർഘകാലാടിസ്ഥാനത്തിൽ അതിനെ അഡ്രസ്സ് ചെയ്യാതെ കേരളത്തിൽ ഈ ബി ജെ പി പ്രശ്നത്തെ CPM നേരിടാൻ പറ്റില്ല. അത് ദളിതർ മാത്രമല്ല, ഈഴവരടക്കമുള്ള മറ്റ് ജാതി വിഭാഗങ്ങളിൽ നിന്നുള്ള വോട്ട് പോകുന്നതും അത് റെപ്രസെൻറ്റേഷണൽ ഇഷ്യൂസ് മാത്രമല്ല, അതിൽ വേറെയും കുറേ ഐഡൻറ്റിറ്റി ഇഷ്യൂസും ഒക്കെയുണ്ട്. മറ്റൊന്ന്, CPM ചേലക്കര ശ്രദ്ധ കേന്ദ്രീകരിച്ചതുകൊണ്ട് CPM-നോട് കുറച്ച് വോട്ടുകൾ കൂടുതൽ കിട്ടി, അല്ലെങ്കിൽ തന്നെയും ജയിക്കുമായിരുന്നു. പക്ഷേ അത് സർക്കാരിന് ഭരണാനുകൂല വോട്ടുകൾ എന്നൊന്നും പറയാനാവില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിനെ രണ്ട് കളങ്ങളിൽ മാറി എന്നിട്ടുള്ളൊരു കളിയാക്കി മാറ്റുന്നതിൽ കേരളത്തിൽ കുറേ കാലമായിട്ടൊരു പരിപാടി നടക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയിട്ടും മറ്റേ ആൾ ആഴ്സണലിന് വേണ്ടിയിട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ മരിക്കും വരെ ഞാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയിട്ടും മരിക്കും വരെ മറ്റേ ആൾ ആഴ്സണലിന് വേണ്ടിയിട്ടുമാണ് നിൽക്കുന്നത്, ക്ലബ്ബ് അല്ലേ. അതുപോലെയായി രാഷ്ട്രീയം എന്ന് വരുമ്പോൾ പിന്നെ അവിടെ തെരഞ്ഞെടുപ്പിനെ ഈ കുട്ടിക്കലാശം എന്നൊക്കെ പറയുന്ന ഈ ഒരു തരത്തിലുള്ള വൃത്തികേടുകളുടെ ഒരു ആഘോഷമാക്കി തെരഞ്ഞെടുപ്പ് മാറുമ്പോൾ സത്യത്തിൽ അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അതൊരു സൗകര്യമാണ്. ആളുകൾ രാഷ്ട്രീയം ചർച്ച ചെയ്യില്ല എന്നുള്ളൊരു വിഷയം. ശരിക്കും ഭരണവിരുദ്ധ വികാരത്തിന്റെ ഒരു എലമെന്റ് ചേലക്കരയിലെ വോട്ടിംഗ് പാറ്റേണുകൾ നോക്കിയാൽ കാണാൻ പറ്റും. അതായത് BJP-ക്കും കോൺഗ്രസിനും കൂടിയ വോട്ടുകളില്ലേ, ഇദ്ദേഹത്തിന് കുറഞ്ഞ LDF-ന് കുറഞ്ഞ വോട്ടുകൾ നോക്കുമ്പോൾ ഭരണത്തിനെതിരായിട്ടുള്ള വോട്ടുകളായിട്ട് ഈ അൻവറിന്റെ സ്ഥാനാർത്ഥിക്ക് പോലും കിട്ടിയ 3900 വോട്ടുകൾ ഈ മൂന്നെണ്ണം കൂടി നോക്കുമ്പോൾ ഇദ്ദേഹത്തിന് കിട്ടിയ ഭൂരിപക്ഷത്തിനേക്കാളും കൂടുതലാണ് വോട്ട്. അപ്പൊ അത് ശരിക്കും അതെന്തിന്റെ റെപ്രസെന്റേഷൻ ആണ്? ഭരണത്തിനെതിരായിട്ടുള്ള ഒരു ഇതായിട്ട് നിൽക്കുന്ന, അങ്ങനെ പറഞ്ഞുകൂടെ നമുക്ക്? ചേലക്കരയിൽ 5000 വോട്ടാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ആൻറ്റി ഇൻകംബൻസി എന്നുള്ള മട്ടിലോ മറ്റേ ഒരു LDF വിരുദ്ധ തരംഗം എന്നൊക്കെയുള്ള മട്ടിലോ നിന്നിരുന്ന ഒരു വോട്ടിൽ 5000 വോട്ട് ഭൂരിപക്ഷം കിട്ടിയ ഒരു സ്ഥലമാണ് ചേലക്കര. അപ്പോൾ അവിടെ വീണ്ടും ഒരു 5000 ചില്ലാനും വോട്ടേ ലോക്കൽ ഇഷ്യൂസ് കൺസിഡർ ചെയ്യുമ്പോൾ പോലും ഇവിടേക്ക് കിട്ടിയിട്ടുള്ളൂ. ഇത് സർക്കാർ അനുകൂലം എന്നൊന്നും പറയാവുന്ന ഒരു സാധനമല്ല. സർക്കാർ അനുകൂലമൊക്കെയാണ് എങ്കിൽ വയനാട്ടിലും പാലക്കാടും ഒക്കെ അത് ഏതെങ്കിലും തരത്തിൽ. അത് മാത്രമല്ല, ഈ ഭരണത്തിൽ ഇത്രയേറെ കോൺഫിഡൻസ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പാലക്കാട്ട് എന്തുകൊണ്ട് ഈ ഭരണത്തിന് വെച്ചുകൊണ്ട് ഇവർക്ക് വോട്ട് ചോദിക്കാൻ പറ്റിയില്ല? പാലക്കാട് മറ്റൊരു വിഷയം, ഇപ്പോൾ റിസൾട്ട് വന്ന ഉടനെ തന്നെ ആദ്യം MV ഗോവിന്ദനായാലും LDF കേന്ദ്രങ്ങൾ മുഴുവനും പറഞ്ഞത് അത് ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPI ആണ് ആദ്യം ആഘോഷ പ്രകടനങ്ങളെല്ലാം നടത്തിയത്, അവരുടെ സഹായത്തോടെയാണ് ജയിച്ചതെന്ന് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമം ഇടതുപക്ഷ ഹാൻഡിലുകളിൽ നിന്ന് മുഴുവൻ വന്നിട്ടുണ്ടായിരുന്നു. പൊതുവെ നോക്കുകയാണെങ്കിൽ ഒരു നേരത്തെ നിന്ന് വ്യത്യസ്തമായി CPM ഒരു പ്രോ മുസ്ലിം സ്റ്റാൻഡിൽ നിന്ന് പതുക്കെ വിഡ്രോ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നീക്കവും നമുക്ക് കാണാൻ പറ്റും. ഒരു ഹിന്ദുത്വ പ്രീണനത്തിലേക്ക് പോകുന്ന, മൃദു ഹിന്ദുത്വ പ്രീണനത്തിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ നീക്കം നടക്കുന്നുണ്ട്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഫലത്തേക്കാണ് വളരെ ആശങ്കയുണ്ടാക്കുന്നത് അതിലെ ക്യാമ്പയിനിങ് ആയിരുന്നു. ക്യാമ്പയിനിങ്ങിന് ശേഷം, തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായുള്ള ചില പ്രസ്താവനകളാണ്. ഇത് ഇപ്പോൾ തുടങ്ങിയതല്ല. ഒരുപക്ഷെ നമ്മുടെ ആ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ റിസൾട്ട് വന്ന ഉടനെ തന്നെ വസീഫിൻ്റെയും AK ബാലൻ്റെയും പ്രസ്താവനകളുണ്ട്. വസീഫ് പറഞ്ഞത്, രണ്ടുപേരും പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും വോട്ടുകൾ കൊണ്ടാണ് ജയിച്ചത്. മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീറിൻ്റെ ഭൂരിപക്ഷം 3 ലക്ഷമാണ്. കേരളത്തിൽ മൊത്തം എടുത്താൽ ജമാഅത്തെ ഇസ്ലാമിക്ക് 3 ലക്ഷം വോട്ടുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും സഹായത്തോടു കൂടിയാണ് ജയിച്ചതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ UDF-ന്റെ വിജയത്തെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനുള്ളൊരു കാര്യമാണ്. അതായത് ഇങ്ങനെയുള്ള സംഘടനകളുടെ ഇപ്പം അത് പറഞ്ഞ് അത് മുസ്ലിം ലീഗിൽ വരെ എത്തുന്നുണ്ട്. മുസ്ലിം ലീഗിൻ്റെ പിന്തുണ വാങ്ങുന്നത് പോലും വലിയ പാപമാണ് എന്ന രീതിയിൽ ഒരു മുസ്ലിം സംഘടനയുടെ പിന്തുണയോട് കൂടിയിട്ടാണ് ജയിച്ചത് എന്ന് സ്ഥാനാർത്ഥിക്ക് ആത്മവിശ്വാസത്തോട് പറയാൻ പറ്റാത്ത ഒരു 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 പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് വളരെ അപകടകരമായിട്ടുള്ള, ഇതിൻ്റെ ഗുണം CPM-നല്ല ഉണ്ടാവുക എന്ന് ഞാൻ പൂർണ്ണ ബോധ്യമുണ്ട്. അത് BJP-ക്ക് അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും സൃഷ്ടിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയെയും SDPIയെയും CPM എതിർക്കുന്നത്? ഇപ്പൊ മുസ്ലിം ലീഗും വരുന്നുണ്ട്. അപ്പോൾ അതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുക എന്നുള്ളത് വലിയ പാപമൊന്നുമല്ല.
ജമാഅത്ത് ഇസ്ലാമി എത്രയോ മതസംഘടന എതിർക്കുന്നുണ്ട്. അപ്പോൾ CPM എതിർക്കുന്നതിനേക്കാൾ ശക്തമായ രീതിയിൽ സമസ്തയോ മുജാഹിദുകളോ എതിർക്കുന്നത് അത് പ്രിൻസിപ്പിൾഡ് ആയിട്ടുള്ള എതിർപ്പാണ്. ആ എതിർപ്പിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഇസ്ലാമിക വ്യാഖ്യാനം എന്നുള്ളത് അപകടകരമായിട്ടുള്ള ഒരു വ്യാഖ്യാനമാണ്. അത് അംഗീകരിക്കില്ല എന്നുള്ളതാണ്. എന്നാൽ CPM-ഉം മുസ്ലിം ലീഗും എടുത്തുള്ള സമീപനം പൊളിറ്റിക്കൽ സമീപനമാണ്. പണ്ട് തീവ്രവാദ സംഘടന എന്ന് വിളിച്ച ജമാഅത്തെ ഇസ്ലാമിയോട് ചേരാൻ മുസ്ലിം ലീഗിന് ഒരു മടിയില്ല ഇപ്പോഴും. അതേപോലെ തന്നെയാണ് പണ്ട് മുസ്ലിം ലീഗിൻ്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിയ SDP-യുടെ വോട്ട് വാങ്ങിയ CPM-നെ ഇപ്പോഴവർ അസ്പൃശ്യരായി തീരുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കോ SDP-ക്കോ എന്തോ മാറ്റം വന്നതുകൊണ്ടല്ല, CPM-ന്റെ സമീപത്തിൽ മാറ്റം വന്നുകൊണ്ടാണ്. ആ മാറ്റമാണ് മനില സൂചിപ്പിച്ച മാറ്റം. അത് ഞങ്ങൾക്ക് ആവശ്യമുള്ള വോട്ട് ഏതാണ് എന്ന കാര്യത്തിൽ CPM വളരെ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. അത് മുനമ്പം ഇഷ്യൂവിലുണ്ടായിട്ടുള്ളത് ആ ഒരു പോളറൈസേഷൻ അത് മുതലെടുക്കുക എന്ന വളരെ കൃത്യമായ ധാരണയോടുകൂടി ഈ ഒരു പ്രസ്താവന വരുന്നത്. അപ്പോൾ പാണക്കാട് തങ്ങളെ കുറിച്ച് വിമർശിക്കുന്നു എന്ന് പറഞ്ഞു. പാണക്കാട് തങ്ങൾ വിമർശിക്കുന്ന ആദ്യമായിട്ടൊന്നുമല്ല, ആര്യാട് മുഹമ്മദ് വിമർശിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ മുജാഹിദുകൾ മതപരമായ രീതിയിൽ പാണക്കാട് തങ്ങളെ വിമർശിക്കാറുണ്ട്. ഈ വിമർശനമൊന്നും അല്ല പ്രശ്നം. അപ്പോൾ തങ്ങളെ വിമർശിച്ചു എന്നുള്ളത് കൊണ്ടല്ല പ്രശ്നം. തങ്ങൾ വിമർശിക്കുന്നത് തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ തടവുകാരനായി എന്നുള്ളതാണ്. എപ്പോഴും മുതലാണ് തടവുകാരനായത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് വരെ നമ്മൾ കണ്ടത് CPM അവരുടെ ചുവന്ന പരവരാതി വിരിച്ചുകൊണ്ട് ഇവരെ വിളിക്കുക, ഓരോ പരിപാടിക്കും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ട CAA പരിപാടിയൊക്കെ കണ്ടു, യൂണിഫോം സിവിൽ കോഡ്, പാലസ്തീൻ വിഷയം. ഈ സമയത്തൊക്കെ മുസ്ലിം ലീഗ് വളരെ 916 അവരുടെ സെക്യുലറിസം തെളിയിച്ച പാർട്ടിയാണ്. എന്നാൽ അവരുടെ വോട്ട് കിട്ടില്ല എന്ന് 100% ഉറപ്പായി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്. കാരണം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മലബാർ മേഖലയിൽ UDF സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം മിനിമം 1 ലക്ഷമാണ്. അതിൻ്റെ അർത്ഥം മുസ്ലിം സമുദായം പൂർണ്ണമായും ഇടതുപക്ഷം കൈവിട്ടുവെന്ന് ബോധ്യം വരുമ്പോൾ അടുത്ത ഓപ്ഷൻ എന്ന നിലയിൽ ഒരു കോമ്പിനേഷൻ അവർ കണ്ടെത്തുകയും അതിനെ ബോധപൂർവ്വം, അതിപ്പോൾ കൃത്യമായിട്ട് അറിയാം, പാലക്കാട് ജയിച്ചത് SDP-യുടെ ജമാഅത്തയുടെ പിന്തുണ കൊണ്ട് മാത്രമല്ല, അവർ പിന്തുണയുണ്ട് എന്നുള്ള ഉറപ്പാണ്. അത് പരസ്യമായി പ്രഖ്യാപിച്ച കാര്യമാണല്ലോ. ആ പിന്തുണ കൊണ്ട് മാത്രമല്ല ജയിച്ചത് എന്ന് CPM-ന് നന്നായിട്ടറിയാം. പക്ഷേ ഇങ്ങനെ പറഞ്ഞാൽ, അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യുടെയും പിന്തുണയോട് കൂടിയിട്ടാണ് UDF ജയിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ജയം എന്നുള്ളത് UDF-ന് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നൊരു ജയമല്ല. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിൻ്റെ ഇപ്പം ആദ്യം SDP പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു, ഒരു മുസ്ലിം ലീഗ് വരുന്നു. അങ്ങനെ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണ കിട്ടുക എന്നുള്ളത് എന്തോ അപമാനകരമായ കാര്യമാണ് എന്ന ഒരു അപകടകരമായ അവസ്ഥയിലേക്ക് നമ്മുടെ ഈ ഒരു പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിനെ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ ഈ ഒരു അതിൻ്റെ ഔട്ട്കം റിസൾട്ട് എന്നുള്ളത് ഇമ്മെറ്റീരിയലാണ്, ഓൾമോസ്റ്റ് സ്റ്റാറ്റസ് കോ ആണുള്ളത്. പക്ഷേ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ CPM പയറ്റാൻ പോകുന്ന തന്ത്രം എന്തായിരിക്കും എന്നുള്ളതിൻ്റെ സൂചനയാണിത്. ഇത് വളരെ അപകടകരമായിട്ടുള്ളൊരു സൂചനയാണ്. ഒരു കാര്യം ആഡ് ചെയ്യാനായിട്ട് എനിക്ക് ഇതിൻ്റെ കൂടെ അതിനൊരു വേറൊരു ഡയമെൻഷൻ കൂടി വന്നിട്ടുണ്ട്. അത് നമ്മുടെ സംസ്ഥാന അടിസ്ഥാനത്തിൽ ഈ നേതാക്കൾ ഇതൊക്കെ പറയുമായിരിക്കാം, അത് പറയുന്നില്ല. പക്ഷേ ഞാൻ ദേശീയതലത്തിലേക്ക് കൊണ്ടുപോയി പ്രകാശ് കാരാട്ട് പ്രിയങ്കയുടെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി പിന്തുണയ്ക്കുന്ന ദേശീയ ശ്രദ്ധയിൽ. കാര്യം BJP അവിടെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാര്യം പച്ചക്കൊടി ഉപയോഗിക്കുന്നത് BJPക്ക് ഉത്തർപ്രദേശിലും ബീഹാറിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും വോട്ട് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന തന്ത്രയ സമയത്ത് BJPയുടെ അതേ ഡിസ്കോഴ്സിൽ ഫീഡ് ചെയ്യുന്ന വിധത്തിൽ പ്രകാശ് കാരാട്ടിനെ പോലെ ഒരാൾ ജമാഅത്ത് ഇസ്ലാമി പിന്തുണയ്ക്കുമെന്ന് പറയുന്നത് വലിയ ക്യാമ്പയിൻ നടത്തുക അവിടെ ചെയ്യുന്നത്. പ്രിയങ്കയുടെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാണത്. ആരെയാണ് ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നത്? ഇന്ത്യ മുന്നണിയുടെ നേതാവിനെ തന്നെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നത്. ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്ന ആ നേതാവിനെ തന്നെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന കോൺഗ്രസ്. അപ്പോൾ ഇത് ഒരു ഗ്രാൻഡ് പ്ലാൻ ഈ അവർക്ക് തൽക്കാലം ഈ കേരളം മാത്രമേ നോക്കാനുള്ളതുകൊണ്ടായിരിക്കാം. കാര്യം ബംഗാളും മറ്റൊന്നും ഇല്ലല്ലോ കയ്യിൽ. അപ്പോൾ കേരളത്തിൻ്റെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിക്കൊണ്ട് ഒരു സ്കീം ഈ വരുന്ന പാർട്ടി കോൺഗ്രസിനും ഒരു പ്ലാൻ ചെയ്യണമെന്ന് എനിക്ക് സംശയമുണ്ട്. കാര്യം കോൺഗ്രസിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഈ ഒരു തന്ത്രം നടക്കുന്നത് അത് സംസ്ഥാനത്ത് വിനാശകരമായിരിക്കും. CPM-ന് ആത്യന്തികമായിട്ട് അത് ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഗുണം ചെയ്യാൻ പോകുന്നില്ല. അവർക്കും തന്നെ പ്രതിസന്ധിയിലേക്ക് അവർ നയിക്കും. കാര്യം അവരുടെ നിലപാടിലൊക്കെ വലിയ മാറ്റം വരിക എന്നുള്ള തരത്തിലാണ്. കാര്യം സെക്യുലർ നിലപാടെടുക്കാം, അതിനുവേണ്ടി ജമാഅത്ത് ഇസ്ലാമി വിമർശിക്കാൻ പറ്റും. പക്ഷേ ഇത് അതിലേക്കല്ല പോകുന്നത്. ഒരു ഹിന്ദു രാഷ്ട്രീയത്തിൻ്റെ ഒരു സ്വഭാവം കൊണ്ടുവരികയാണ്. അത് ആരെയാണ് ആത്യന്തികമായി ഗുണം ചെയ്യുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. BJP വളരെ കോമ്പറ്റീവ് ഫോഴ്സായി നിൽക്കുകയാണ്. പണ്ട് ഇപ്പോൾ 87-ലും BJP കോമ്പറ്റീവ് ഫോഴ്സ് അല്ലേ, ഇപ്പോൾ ശക്തമായി ഉണ്ടല്ലോ. ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ തന്നെ BJP മുന്നേറിയിട്ടുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ മിക്കവാറും LDF-ന്റെ മണ്ഡലങ്ങളിലാണ് കൂടുതലുള്ളത്. ഒരു 8-10 മണ്ഡലങ്ങൾ. അപ്പോൾ അതിൻ്റെ എണ്ണം കൂട്ടുകയായിരിക്കും ഇനി ഇതുപോലുള്ള ഈ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വഴി. മാത്രമല്ല പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോണ്.
പഞ്ചായത്ത് ഇലക്ഷനിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള വോട്ടിംഗ് നടക്കുന്ന ഒരു ഏരിയ ആണല്ലോ. അതിൽ എനിക്ക് തോന്നുന്നത് BJP വളരെയധികം ഈ ഒരു പ്ലാറ്റ്ഫോം വികസിച്ച് കഴിഞ്ഞാൽ LDF ഈ ഒരുക്കുന്ന ഈ വർഗീയതയുടേതായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിന് ഒരു വികാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അപകടകരമായി സ്വാധീനം ചെലുത്താൻ പോകുന്നത് BJP ആയിരിക്കും. അല്ല, അതുമാത്രമല്ല, ഇപ്പോൾ BJP സംബന്ധിച്ച് BJP കേരളത്തിൽ ഇപ്പോൾ പാലക്കാട് ഒരു വോട്ട് കുറഞ്ഞു എന്നുള്ളത് BJPയുടെ പൊതുവിലെ ശക്തി, BJP കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലുള്ള ശക്തിയോ അല്ലെങ്കിൽ BJP മാത്രമല്ലാത്ത ഈ സംഘപരിവാർ ഹിന്ദുത്വ ഐഡിയോളജിക്ക് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മാത്രമല്ല കേരള സമൂഹത്തിലാണ് അതിൻ്റെ ഏറ്റവും വലിയ ശക്തി ഉള്ളത്. അത് അക്രോസ് ദ പാർട്ടിയിൽ ഉള്ളതാണ്. അതുകൊണ്ടാണ് വളരെ സ്മൂത്തായിട്ട് സന്ദീപ് വാര്യർക്ക് കോൺഗ്രസ്സിൽ ചേരാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം പോലും ഉണ്ടാകുന്നത്. അങ്ങനെയാണ് വാസുവിന് CPM-ൽ ചേരാവുന്ന പോലെ. അപ്പോൾ വാസു CPM-ൽ ചേരുന്നത് മറ്റേ സോഷ്യൽ ഡെമോക്രാറ്റുകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലും, സന്ദീപ് വാര്യർ ചേരുന്നത് അതിനവർ പറയുന്ന ന്യായീകരണം വാസുവൊക്കെ വന്നത് ഐഡിയോളജിക്കലി ഇതിനെ പൂർണ്ണമായും തള്ളി പറഞ്ഞ് പുസ്തകം പോലും എഴുതി തെളിയിച്ചിട്ടാണ് വന്നതെന്നൊക്കെയാണ് അവകാശവാദമൊക്കെ. ഇപ്പോൾ പാലക്കാട്ടിലെ CPM-ന്റെ ഒരു തന്ത്രത്തിൻ്റെ മാറ്റം, പാലക്കാട് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ ഉണ്ടാക്കിയ ഒരു മാറ്റം എന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിലും CPM എടുത്ത പരിപാടി എന്ന് പറഞ്ഞത് മുസ്ലിം വോട്ടുകൾ, പരമാവധി മുസ്ലിം വോട്ടുകൾ കിട്ടുന്നതോടുകൂടി ഓരോ മണ്ഡലത്തിലും ജയിക്കാനതിൻ്റെ തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു ത്രഷോൾഡ് ബ്രേക്കിംഗ് വേണമല്ലോ, അത് ഈ മുസ്ലിം വോട്ടുകൾ കൊണ്ട് നടക്കുമെന്നാണ്. ഇതേ തിയറി വെച്ചാണ് ഇവർ മദിനിയെ പണ്ട് കൂട്ടുപിടിച്ചത്. ഈ തോമസ് ഐസക്കൊക്കെ അടക്കമുള്ള ആളുകൾ ലേഖനങ്ങളും ഒക്കെ എഴുതി ഇവരുടെ ഒരു തിങ്ക് ടാങ്ക് ഉണ്ടാക്കിയെടുത്ത തിയറി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇത്ര 30 മണ്ഡലങ്ങൾ ഒക്കെ ഉള്ള മണ്ഡലങ്ങളിൽ 3000-നും 4000-നും ഇടയ്ക്കൊക്കെയാണ് ഭൂരിപക്ഷം. മദിനി വരുന്നതോടുകൂടി 4500 വോട്ട് കിട്ടും, അപ്പോൾ നമ്മൾ അവരെ തോൽപ്പിക്കും. ഇങ്ങനെയുള്ള വളരെ ലളിത യുക്തിയിലാണ് മദിനിയെ കൂട്ടുപിടിച്ചത്. അപ്പോൾ അത് തിരിച്ചടിച്ചു, അത് നടന്നില്ല. മദിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണകൂട ഭീകരതയുടെ ഒരു ഇരയാണ്. ഇന്ത്യയിൽ ഹിന്ദുത്വ ഫാഷിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ ഒരു ഇരയാണ്. അതേസമയം തന്നെ മുസ്ലിം വർഗീയതയുടെ ഒരു ഉദ്ഘോഷകനും പ്രഘോഷകനുമാണ് മദിനി കേരളത്തിലുണ്ടായിരുന്നത് എന്നുള്ളത് സംശയമില്ല. ഇത് രണ്ടായിട്ടാണല്ലോ നമ്മൾ കാണേണ്ടത്. അതിനെ CPM കൂട്ടുപിടിച്ച് ആ പരീക്ഷണം പരാജയപ്പെട്ടു. CPM-ൻ്റെ ഉള്ളിൽ തന്നെ വലിയ തർക്കങ്ങളുണ്ടായിരുന്ന ഒരു കാലമായിരുന്നു. അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിലുള്ള വലിയൊരു തർക്കം. ഇന്നിപ്പോൾ CPM-ൽ തർക്കങ്ങളൊന്നുമില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് CAA-യും പലസ്തീനും അടക്കമുള്ള വിഷയം CPM ഉയർത്തി കാണിച്ചത് ഒരു മുസ്ലിം പ്രശ്നം എന്നുള്ള മട്ടിലാണ്. സത്യത്തിൽ ഈ രണ്ട് വിഷയങ്ങളെയും CPM ഉയർത്തി കാണിക്കേണ്ടിയിരുന്നത് ഒരു മതേതര രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നം എന്നുള്ള നിലയ്ക്കാണ്. ഇന്ത്യയിലെ പൗരത്വത്തിൻ്റെ പ്രശ്നമാണല്ലോ CAA എന്ന് പറയുന്നത്. അതായത് മുസ്ലിങ്ങൾക്ക് പൗരത്വം കൊടുക്കുന്നില്ല എന്നുള്ള പ്രശ്നം മാത്രമല്ല, അത് ഇന്ത്യൻ പൗരത്വത്തിൻ്റെയും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെയും ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു മതേതര റിപ്പബ്ലിക്കിൻ്റെയും ഇഷ്യൂ ആണത്. അതിനൊരു മുസ്ലിം പ്രശ്നമാക്കിയിട്ടാണ് CPM ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. പലസ്തീൻ പ്രശ്നത്തെയും അങ്ങനെ തന്നെയാണ് അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. പലസ്തീൻ പ്രശ്നം എന്ന് പറയുന്നത് അപ്പാർത്തീഡിനെതിരായിട്ടുള്ള, അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയിലെ, ദക്ഷിണാഫ്രിക്കയിലെ അപ്പാർത്തീഡിനെതിരായിട്ടുള്ള പ്രശ്നം പോലെ ആഗോളതലത്തിലുള്ള സാമ്രാജ്യത്വ വിരുദ്ധ സമരങ്ങളുടെ കൂട്ടത്തിൽ ചേർത്ത് ആണ് പലസ്തീൻ വിഷയം കേരളത്തിൽ എത്രയോ കാലമായിട്ട് ചർച്ച ചെയ്തിരുന്നത്. CPM-കാർ മാത്രമല്ലല്ലോ, കൃഷ്ണവാര്യരുടെ കവിതകൾ പോലെയുള്ള ഇതൊക്കെ ആളുകൾ എടുത്തിരുന്നത്. CPM-ൻ്റെ വിരുദ്ധരായിട്ട് നിൽക്കുന്ന മനുഷ്യരും വിശാലമായൊരു മാനവികതയുടെയും സാമ്രാജ്യത്വ വിരുദ്ധതയുടെയും രാഷ്ട്രീയം കേരളത്തിൽ കൊണ്ടുനടന്നിരുന്നു. അങ്ങനെയാണ് പലസ്തീൻ വിഷയം ചർച്ച ചെയ്യേണ്ടിരുന്നത്. അതിനു പകരം സ്റ്റേജിൽ വെച്ച് ഇവർക്ക് വേണ്ടപ്പെട്ട ആരെയോ കൊണ്ടുവന്ന് നിസ്കരിപ്പിക്കുന്ന നാടകങ്ങൾ, മുമ്പിൽ 2-3 ഫാൻസി ഡ്രസ്സ് പോലെയുള്ള ആളുകളെ പിടിച്ചിരുത്തുക, അതിൻ്റെ മുമ്പിൽ ഇങ്ങനെയൊക്കെയാണ് അവർ. ലീഗിനെ ക്ഷണിക്കേണ്ടതിന് പകരം UDF-നായിരുന്നു ക്ഷണിക്കേണ്ടിയിരുന്നത് എന്ന് മാത്രമല്ല, കേരളത്തിൽ നിന്ന് ഇത്തരം സാമ്രാജ്യത്വ വിരുദ്ധ സമരങ്ങളുടെ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തെ മുഴുവനായും ചോർത്തിക്കളയുകയും ഇതൊരു മുസ്ലിം പ്രശ്നമാക്കി മാറ്റുകയും ചെയ്തു. അപ്പം ബാക്കിയുള്ള ഭൂരിപക്ഷ സമുദായക്കാർ എന്ത് ചെയ്യണം? മുസ്ലിങ്ങൾക്ക് പലസ്തീനിൽ എന്തോ പ്രശ്നമുണ്ടല്ലോ എന്നാണ് അവർ കരുതേണ്ടത് എന്നാണോ CPM കരുതിയത്? അങ്ങനെയാണ് ഇവർ ഇതിനെ അവതരിപ്പിച്ചത്. അത് പരാജയപ്പെട്ടു. അത് പരാജയപ്പെട്ടത് വാസ്തവത്തിൽ മുസ്ലിം സമുദായം ഒരു സമുദായം എന്നുള്ള രീതിയിൽ ഒരു കൊട്ടയിലിട്ട് ഇങ്ങനെ കുലുക്കി കുത്താവുന്ന ഒരു പരിപാടിക്ക് തങ്ങളില്ല എന്ന് മുസ്ലിം സമുദായത്തിലെ മനുഷ്യർ തീരുമാനിച്ചുകൊണ്ട്, മുസ്ലിങ്ങളായിട്ട് തീരുമാനിച്ചതല്ല, അവർ സാധാരണ മതേതര മനുഷ്യരായിട്ട് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് നടന്നത്. ആ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ വോട്ട് ചെയ്ത മുസ്ലിം സമുദായത്തിനോടുള്ള രാഷ്ട്രീയമായൊരു പകപോക്കൽ കൂടിയായിട്ടാണ് CPM ഇപ്പോൾ കളം മാറ്റുന്നത്. CPM കളം മാറ്റിയിട്ട് പിണറായി വിജയൻ തൊട്ട് നേരത്തെ പ്രസാദ് ഇവിടെ പറഞ്ഞ പോലെ SDP-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും സ്ഥാനാർത്ഥിയാണ് പ്രിയങ്ക ഗാന്ധി എന്ന് വയനാട്ടിൽ പോയി പ്രസംഗിച്ചു. ഇത്രയും അബദ്ധം നിറഞ്ഞ, അബദ്ധമല്ല അവർ കരുതിക്കൂട്ടിയാണ് പറഞ്ഞത്, ഇത്രയും വർഗീയമായ വിഷം തുപ്പുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ മൂശയിലിട്ട പരാമർശം സുരേന്ദ്രൻ പോലും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അതിനൊപ്പം മറ്റൊന്നുകൂടി ഇവർ ചെയ്തു. നിരന്തരമായി ഇവർ ഈ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി
ഇസ്ലാമി SDP ജമാഅത്തെ ഇസ്ലാമി SDP എന്ന് പറയുന്ന ഒരു നരേറ്റീവാണ് മുന്നോട്ട് കൊണ്ടുവന്നത്. മുനമ്പത്ത് BJP എടുക്കുന്ന സംഘപരിവാർ എടുക്കുന്ന മുനമ്പം വിഷയം കൽപ്പാത്തിയിലടക്കം ആളുകളെ ഒഴിപ്പിക്കുമെന്ന് പറഞ്ഞ് പ്രചരണം നടത്തുമ്പോഴും SDPI ജമാഅത്തെ ഇസ്ലാമി എന്നാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ SDPIയും ജമാഅത്തെ ഇസ്ലാമിയും 4 മാസം മുമ്പ് ഒരു പ്രശ്നമായിരുന്നില്ല കേരളത്തിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അത്രയും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല, നമ്മൾ ഓർക്കണം. ഒപ്പം തന്നെ ഈ നരേറ്റീവ് മാറ്റുകയും അതിൻ്റെ അവസാനം എത്തുമ്പോൾ വീണ്ടും മുസ്ലിങ്ങളെ ഒരു കൊട്ടയിലിട്ടാണ് ഇവർ കാണുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ MP രാജേഷ് പറഞ്ഞില്ലേ, പരസ്യക്കൂലി കുറവുള്ളതുകൊണ്ടാണ് സിറാജിലും മറ്റേ സുപ്രഭാതത്തിലും കൊടുത്തതെന്നുള്ളത്. അതായത് മനുഷ്യരുടെ സാമാന്യ ബുദ്ധിയെ അവഹേളിക്കുന്ന കാര്യത്തിൽ തൻ്റെ മുൻ തലമുറയിലെ നേതാക്കളെക്കാൾ ഒരുപടി മുന്നിലാണ് തങ്ങളെന്ന് തെളിയിക്കുന്നതിനാണ് രാജേഷ്, ഷംസീർ, സ്വരാജ് അടക്കമുള്ള ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അത് പറയാം. അപ്പോൾ രാജേഷൊക്കെ ആയിരുന്നു അവിടുത്തെ ചുമതല എന്നുള്ളത്. ഓരോ ദിവസവും അതായത് EMSനെ കോപ്പി അടിച്ച് വർത്താനം പറഞ്ഞതുകൊണ്ട് നമുക്ക് EMS ആവാൻ പറ്റില്ല. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി കോൺഗ്രസ് തകരുമെന്നാണ് രാജേഷ് അടക്കമുള്ള ആളുകൾ പറഞ്ഞത്. പണ്ട് നമ്മൾ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് EMS ഒക്കെ എഴുതിയിരുന്നൊരു സാധനമാണ് അത്. ആ കാലത്ത് വേറെ തരത്തിലുള്ള ഒരു ബൈ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നതോടുകൂടി അപ്പുറത്തെ പാർട്ടി തകരുമെന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ആളുകളെ നിങ്ങൾ പൊട്ടൻ കളിപ്പിക്കാൻ കൊണ്ടുപോകുന്ന ഒരു പരിപാടിയാണ്. പാലക്കാട്ടെ ഒരു വേലപൂരത്തിൽ നിന്നും വ്യത്യസ്തമല്ല ബൈപ്പോൾ എന്നാണ് രാജേഷ് അടക്കമുള്ള ആളുകൾ അവിടുത്തെ ആളുകളെ പഠിപ്പിച്ചത് എന്നാണ് പ്രശ്നം. ഒപ്പം തന്നെ ഇതിൽ വേറൊരു സംഭവം കൂടിയുണ്ട്. അവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ മൊത്തം അജണ്ടയെ ഒരു ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പോലെയൊക്കെ ആക്കി മാറ്റി ഇവർ. ഇപ്പോൾ സരിനെ നിർത്തിയിട്ട് അതിൻ്റെ സെക്രട്ടേറിയറ്റ് മെമ്പർ അവരുടെ യുവ സൈദ്ധാന്തികൻ കൂടിയായിട്ടുള്ള ഒരു കക്ഷി വന്ന് പ്രസംഗിക്കുകയാണ്. സരിൻ വലിയ രീതിയിലുള്ള ജോലിയൊക്കെ ഉള്ള ആളായിരുന്നു. ഇങ്ങനെയാണ് അദ്ദേഹം പരിചാരക വൃന്ദങ്ങൾ, വണ്ടി, വലിയ ശമ്പളം ഇതൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഇറങ്ങി വന്നേക്കുന്നത് എന്നുള്ളത്. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇന്ത്യയിലേക്ക് വരികയും പിന്നീട് അദ്ദേഹം മഹാത്മാഗാന്ധിയായി മാറുകയും ചെയ്യുന്നതോ അല്ലെങ്കിൽ ഏലംകുളം മനക്കിൽ നിന്ന് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് വന്ന് EMS ആയി മാറുന്നത് പോലുള്ളൊരു പരിപാടിയാണ് സരിൻ എന്ന് പറയുന്ന ഒരു ഭാഗ്യാന്വേഷിയും അവസരവാദിയും താൻ ഭരിക്കാൻ വേണ്ടി ജനിക്കപ്പെട്ട ഒരാളാണെന്നുള്ള തോന്നലും പുലർത്തുന്ന തികച്ചും അല്പനായ ഒരു മനുഷ്യൻ ഈ പാലക്കാട്ടെ ജനങ്ങൾക്ക് മുമ്പിൽ തങ്ങൾ കൊണ്ടു നിർത്തിയിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന് എല്ലാവർക്കും ബോധ്യമുള്ളപ്പോൾ ഇയാളെ EMSും ഗാന്ധിയും ഒക്കെ ആയിട്ട് അവതരിപ്പിക്കുന്ന തനി അവസരവാദ തരംതാണ രാഷ്ട്രീയം പൊറാട്ട് നാടകം ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ ഒരു മടിയുമില്ലാത്ത ഒരു ഏർപ്പാടാണ് നടത്തിയത്. 2 തരത്തിലുള്ള ദ്രോഹങ്ങളും 2 തരത്തിലുള്ള പാതകങ്ങളുമാണ് CPM പാലക്കാട് തിരഞ്ഞെടുപ്പിലൂടെ കാണിച്ചത്. അതായത് ഈ സിറാജ് സുപ്രഭാതം പരസ്യമൊക്കെ ഉണ്ടല്ലോ, മുസ്ലിങ്ങളെ ഒരു കൊട്ടയിലിട്ടിട്ട് ഞങ്ങൾക്കനുസരിച്ച് കുലുക്കി കുത്താവുന്ന ഒരു സമുദായമാണെന്ന് കാണിച്ച തരത്തിലുള്ള ഒരു പരിപാടിയിലൂടെ ഒരു വർഗീയ കലാപം ഉണ്ടാക്കുന്നതിന് പോലും ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിന് വേണ്ടിയിട്ട് വർഗീയമായൊരു കലാപം ഉണ്ടാക്കുന്നതിനോ അത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതിനോ ഒരു മടിയില്ലാത്ത അപകടകരമായൊരു നേതൃത്വമാണ് CPMൻ്റേത് എന്നുള്ളതും അവരുടെ യുവ നേതാക്കളടക്കം അത്തരത്തിലുള്ള സരിൻ്റെ തന്നെ മറ്റു കോപ്പികളാണ് അവർ. തികച്ചും ഭാഗ്യാന്വേഷികളായിട്ടുള്ള മനുഷ്യർ മാത്രമാണ് അതിലുള്ളത് എന്നുള്ളതുമാണ് കാണിക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ പ്രശാന്ത് പറഞ്ഞ പോലെ കേരളത്തിൻ്റെ ഈ പൊളിറ്റിക്കൽ നരേറ്റീവിനെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ നരേറ്റീവിലേക്ക് ചേർത്ത് കിട്ടുകയാണ് ചെയ്തത്. മുൻപം വിഷയത്തിൽ ജമാഅത്തെ ഇസ്ലാമി SDPI എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റൊരു നടത്തുന്ന ഹിന്ദുത്വ രാഷ്ട്രീയക്കാർ നടത്തുന്ന അതേ പ്രചരണത്തെ CPM വലിയ തോതിൽ ഏറ്റെടുക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ ഏറ്റവും മോശപ്പെട്ട ഒരു വർഗീയ രാഷ്ട്രീയ സംഘടനയാണ് എന്നുള്ള അഭിപ്രായം നമുക്കൊക്കെ ഉണ്ട്. നമുക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ ബഹുമാനിച്ച് പറഞ്ഞില്ല, നമുക്കുണ്ട് എന്നുള്ളത്. ജമാഅത്തെ ഇസ്ലാമി അത്തരമൊരു സംഘടനയാണ്. ആവശ്യത്തിനനുസരിച്ച് പുള്ളിമാക്കുകയും ഇടുകയും ഒക്കെ ചെയ്യുന്ന, എന്നാൽ ഒരിക്കലും മാഞ്ഞു പോകാത്ത ഈ മതരാഷ്ട്രീയ പുള്ളികളുള്ള ഒരു പുലിയാണത്. അതിനെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് അഭിപ്രായം. പക്ഷേ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ ഈ നരേറ്റീവിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ നരേറ്റീവ് വെച്ചിട്ടാണോ ജമാഅത്തെ ഇസ്ലാമിയോടുള്ള ഇത്തരം പരിപാടി കേരളത്തിൽ എടുക്കേണ്ടത് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അപ്പോൾ ഈ ഒരു വലിയ പ്രശ്നം ഞാനത് നമ്മുടെ പാലക്കാട് ചർച്ചയുടെ ഒരു വട്ടം കഴിയുന്നതിന് മുമ്പ് അത് പറഞ്ഞു എന്ന് മാത്രമാണ്. ഇത്തരത്തിലുള്ള 2 വലിയ പ്രശ്നങ്ങൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വിശാലമായ രാഷ്ട്രീയത്തെ തികച്ചും ഇല്ലാതാക്കിയെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ഒരു ആം ആദ്മി രാഷ്ട്രീയത്തിൻ്റെയൊക്കെ നിലവാരത്തിലേക്ക് അതിൻ്റെ സ്ഥാനാർത്ഥികളെ മാറ്റുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് നടന്നത്. തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ സെക്രട്ടേറിയറ്റ് മെമ്പർ മൂപ്പര് പറയണ്ടായി ആം ആദ്മിക്ക് വോട്ട് ചെയ്തവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പാർട്ടി ഞങ്ങളാണെന്ന് പറഞ്ഞതാണ്. കാരണം സൈദ്ധാന്തികമായിട്ട് അന്ന് അതിനെ ന്യായീകരിച്ചാണ്, അതുകൊണ്ട് അത്ഭുതമൊന്നുമില്ല. രണ്ടാമത്തേത് ഈ പറഞ്ഞ പ്രശ്നമാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ന്യൂനപക്ഷ വിരുദ്ധ മുസ്ലിം വിരുദ്ധ നരേറ്റീവിനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീട്ടിപ്പിടിപ്പിക്കുകയാണ് കേരളത്തിലെ CPM നേതൃത്വം ചെയ്യുന്നത്. ഒരു മതേതര രാഷ്ട്രീയത്തിന് ഇത്രയും വലിയ അപകടം കേരളത്തിൽ വരുത്തി വെച്ചൊരു കാലം വേറെ ഇല്ല എന്നാണ്. ഒരു ചെറിയ കാര്യം എനിക്ക് പറയാനുള്ളത്, ഇതിൽ CPM CAA പ്രശ്നം ഉന്നയിക്കുന്നത് അത് ഉന്നയിക്കപ്പെടേണ്ട പ്രശ്നം തന്നെയായിരുന്നു അസൽ ലോക്സഭ സമയത്ത്. കാര്യം നമ്മുടെ 2024 തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചോളം നിർണായകമായിരുന്നു. കാര്യം BJPയുടെ ഹിന്ദുത്വ ദേശീയതയുടെ അജണ്ടകളിലൊന്നായിരുന്നു ഈ നമ്മുടെ CAA അതുപോലെ തന്നെയുള്ള ഇങ്ങനെയുള്ള വിഷയങ്ങൾ.
ഒരു മുസ്ലിം അനുകൂല നിലപാട് CPM സ്വീകരിക്കുന്നത് വളരെ ശരിയാണ്. അത് ഇന്നത്തെ കാലത്ത് കാര്യം മതേതരത്വം എന്ന് പറയുന്ന നമ്മുടെ ആ വർത്തമാന രാഷ്ട്രീയത്തിൽ കൂടി നിർണ്ണയിക്കുന്നതാണ്. അതിഭീകരമായിട്ടുള്ള മുസ്ലിം വിരുദ്ധത, അതിഭീകരമായൊരു മുസ്ലിം വിരുദ്ധ കാര്യം 2024 തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി തന്നെ അതിഭീകര മുസ്ലിം വിരുദ്ധ പ്രചരിക്കുന്ന സമയത്ത് CPM ആ നിലപാട് സ്വീകരിച്ച് ശരിയാണെന്ന് അഭിപ്രായക്കാരൻ. മുസ്ലിം പക്ഷ നിലപാട് ഈ കാലം സ്വീകരിക്കുന്നതും പ്രസക്തമാണ്. പക്ഷേ CPM ആ നിലപാട് അടവിൻ്റെ ഭാഗമായി സ്വീകരിക്കുക പ്രശ്നമാണ്. എനിക്ക് എൻ്റെ വിയോജിപ്പ് അതാണ്. ഇത് വളരെ വ്യക്തിപക്ഷ, അതിൽ ചിലപ്പോൾ തോൽക്കാം. പണ്ട് ശബരിമല സഭ നടക്കുന്ന സമയത്ത് പിണറായി വിജയൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ നിലപാട് ഞങ്ങൾ തോൽറ്റോട്ടെ. അങ്ങനെ തോൽക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ നിലപാട് പ്രസക്തമായിരുന്നു. ഈ അടവ് മാറ്റുന്നതാണ് ആ CAയിൽ മുസ്ലിം പ്രശ്നം. CA തീർച്ചയായിട്ടും മുസ്ലിം പ്രശ്നം അതിൻ്റെ അകത്തുണ്ട്. കാര്യം മുസ്ലിങ്ങളെ ഒഴിവാക്കുന്നത്, ആ പ്രശ്നം ഉയർത്തിക്കൊണ്ടിരുന്നത് ശരി തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാര്യം സിവിൽ സൊസൈറ്റി സംഘടനകളും ഉയർത്തിക്കൊണ്ട പ്രശ്നമാണ്. ആ CPM ആ നിലപാടിൽ നിന്നുകൊണ്ട് ഒരു രാഷ്ട്രീയം പറയുമായിരുന്നെങ്കിൽ ശരി. പക്ഷേ അതല്ല, ലോക്സഭയോട് ഈ കാലുമാറി ആ കംപ്ലീറ്റ് ഡൈലൂട്ട് ചെയ്ത്. പിന്നെ ഇന്ന് വരെ പാലസ്റ്റീൻ പ്രശ്നങ്ങൾ, പാലസ്റ്റീൻ്റെ പിന്നീട് ഗാസയിൽ നടക്കുന്ന അതിഭീകരമായിട്ടുള്ള ആക്രമണം നടക്കുന്നുണ്ട്, ഒരക്ഷരം വേണ്ടിയിട്ടില്ല. അതിനുശേഷം പിന്നീട് വന്ന പല കാര്യങ്ങളിലും CPM മൗനം പാലിക്കുകയാണ്. അപ്പോൾ അവസരത്തിനൊത്തി അതാണ് അടവ് എന്നുള്ളത് അവസരവാദമായി മാറുകയാണ്. അതാണ് എനിക്ക് അതിനുള്ള വിയോജിപ്പ്. കാര്യം മുസ്ലിം പക്ഷേ നിലപാട് പറയുന്നത് പറയണം, ധൈര്യസമയം പറഞ്ഞ് ആ നിലപാട് നിൽക്കണം. അത് അതിൽ ഉറച്ചു നിൽക്കാൻ അവർക്ക് ധൈര്യം വേണം. അതിന് വേണ്ടി നഷ്ടങ്ങൾ സംഭവിക്കുന്ന നഷ്ടം നേരിടണം. പക്ഷേ അപ്പോഴും ലോക്സഭയുടെ കാര്യത്തിൽ ഒരു കാര്യം പറയും, ലോക്സഭയുടെ കാര്യത്തിൽ മാത്രമല്ല, ഈ പത്രത്തിൽ പരസ്യം കൊടുക്കുന്ന ആയതിന് പോലല്ല, ദീപികയിൽ മണിപ്പൂരും ഇവിടെ ഇതും കൊടുത്ത സുപ്രഭാതത്തിൽ CM കൊടുത്ത ആൾക്കാർ. അപ്പോൾ ഈ അടവാണിത്. അതുപോലെ ഈ ന്യൂനപക്ഷ സമുദായങ്ങൾ തമ്മിലുള്ളൊരു ഈ ചെരിതിരിവാണ്. BJP മുനമ്പത്തിലൊക്കെ BJPക്ക് അത് പ്രവർത്തിയാക്കാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ CPM താല്പര്യം ഉപയോഗിക്കുക, ഞങ്ങൾക്ക് എന്ത് കിട്ടുന്നെന്ന് നോക്കുന്നത്. അവിടെയാണ് CPMൻ്റെ ന്യൂനപക്ഷ നിലപാട്, പ്രത്യക്ഷമായിട്ട് ന്യൂനപക്ഷ അനുകൂല നിലപാട് CPM എടുക്കേണ്ട സമയത്ത് എടുത്ത് അതിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത്, അടവായിട്ട് ഉപയോഗിക്കുന്നത്. അതാണ് എനിക്കതിനുള്ള വിയോജിപ്പായി തോന്നുന്നത്.